ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ഇന്നലത്തെ വീഡിയോൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. ഇന്നലെ നമ്മൾ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ബാക്ക് പാർട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും കാര്യങ്ങളും വൃത്തിക്ക് പഠിക്കാം. നമുക്ക് ഫ്രണ്ട് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള അളവ് നോക്കുക. ഈ ഷോൾഡർ മുതൽ അണ്ടർ ബ്രസ്റ്റ് വരെ നമുക്ക് 13 ഇഞ്ച് വരുന്നുണ്ട്. ആ 13 ഇഞ്ച് നമ്മളുടെ ഈ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പാർട്ടിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത്. അതിന് ഇതുപോലെ 13 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഞാനൊരു ലൈൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് വരെ എത്രയാണോ അത് ബാക്ക് പാർട്ടിൽ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ കൊടുത്ത് നമ്മൾ ഈ വരച്ച ലൈനിൽ കൂടെ നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ട് മടക്കി വെക്കണം. മടക്കിയിട്ട് ഞാൻ ഈ പിൻ വെച്ച് കുത്തി കൊടുക്കുമെന്ന് കേട്ടോ. നമ്മളെ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ഇത്രയുള്ള അളവേ വേണ്ടൂ, അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള അളവേ വേണ്ടൂ. കാരണം എന്താ, നമ്മൾ ബെൽറ്റും കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ആ ഒരു അളവ് മാർക്ക് ചെയ്തിട്ട് ബാക്ക് പാർട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത്. ബാക്ക് പാർട്ടിൽ ഫുൾ ലെങ്ത് അല്ലേ ഉള്ളത്. നമ്മൾ പഠിക്കുന്നത് ക്രോസ് കട്ട് ബ്ലൗസാണ്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് ക്രോസ് ആയിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ തുണി കുറവാണെങ്കിൽ അത് എത്തുന്നുണ്ടോ നോക്കിയിട്ട് വേണം ക്രോസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിവിടെ എത്ര പോരെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇതേപോലെ ചെക്ക് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു രീതിയിൽ ക്രോസ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. എന്നിട്ടാകുമ്പം എനിക്കിപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ടാകുമ്പോൾ ഞാൻ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് വിട്ടിട്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്, നമ്മൾ ഹുക്കിൻ്റെ ആ ഒരു പോർഷനിലെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 ഇഞ്ച് എടുക്കാം. ഇതുപോലെ വരച്ചു കൊടുത്തേ, കണ്ടല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നെക്ക് കിട്ടുന്നുണ്ടോ നോക്കണം. നമുക്ക് 5 ഇഞ്ച് നെക്ക് വരുന്നുള്ളൂ. അവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നെക്ക് കഴിഞ്ഞിട്ട് താഴോട്ടേക്ക് സ്ട്രെയിറ്റ് കിട്ടണം നമുക്ക്. ഇപ്പം നെക്ക് ഇവിടെ വരച്ച് കഴിഞ്ഞാൽ എനിക്ക് താഴോട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഹുക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ക്ലിയർ ആയിട്ട് തുണി കിട്ടുന്നുണ്ട്, കണ്ടല്ലോ. ഈ ഒരു രീതിയിൽ നെക്ക് വരച്ചാൽ നമുക്ക് ബാക്കി കറക്റ്റ് കിട്ടും. ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ബാക്കിൽ ആദ്യം 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ ഫ്രണ്ടിൽ ഇതേപോലെ ഫസ്റ്റ് തന്നെ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിതാ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് ലൈൻ കൊടുക്കുന്നുണ്ടേ. കണ്ടോ നിങ്ങൾക്ക്? നമ്മളെ ബ്ലൗസ് കഴിഞ്ഞിട്ട് 4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് എടുത്ത് അതാണ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. നമുക്ക് ആദ്യം ഈ താഴെ ഭാഗത്ത് മടക്കി അത്രം വരെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. അത്ര വരെ നമുക്ക് വേണ്ടു. അതാദ്യം നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് നമ്മളിത് മാർക്ക് ചെയ്ത് അടുത്ത് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെയും ആം ഹോളും നമുക്ക് ഇതേപോലെ ട്രേസ് എടുക്കണം. ഷോൾഡർ ഇതേപോലെ വരച്ച് നെക്കിൻ്റെ അവിടെ ഒരു മാർക്കിങ് കൊടുത്ത് കേട്ടോ, നെക്ക് വിടുത്ത് തിരിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആം ഹോള് കറക്റ്റ് നമ്മൾ ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് ആം ഹോള് നമുക്ക് കുറച്ചും കൂടെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് കട്ട് ചെയ്തിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടുത്തെ വരെ എത്തിയിട്ട് ഇവിടെയും ഒരു മാർക്കിങ് കൊടുത്തേ. ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്ക് ഒന്ന് വരച്ചെടുത്തേക്കാം. നമ്മൾ 5 ഇഞ്ചാണ് 5.25 മാർക്ക് ചെയ്തിട്ടുണ്ട്, 4 ഇഞ്ച് കൂട്ടിയിട്ട്. നെക്ക് നമ്മൾ ബോക്സ് പോലെയല്ലേ നമ്മൾ വരക്കുക. അത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ബോക്സ് ഷേപ്പിൽ ഏതായാലും ആക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വരച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ അങ്ങോട്ട് വരച്ചു കൊടുക്കുന്നുണ്ടേ. ഞാനിവിടെ യെല്ലോ കളർ ചോക്ക് വെച്ചിട്ട് വരച്ചത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മറ്റേ കളർ ചോക്കിൻ്റെ നിങ്ങൾ നോക്കുകയേ വേണ്ട. ഇങ്ങനെ നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തേ. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റില്ലേ ഈടുന്ന് 1/2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. നമ്മൾ ആം ഹോളിൻ്റെ ആടെ 1/2 ഇഞ്ച് വെച്ചിട്ട് ഒരു ഡാർട്ട് ഇട്ട് കൊടുക്കുന്നില്ലേ, അന്നേരം ഈ 1/2 ഇഞ്ചിയുടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത്രയും തുണി നമുക്ക് കുറയും ഫ്രണ്ട് പാർട്ടിൽ. അന്നേരം തെറ്റൂലേ നമ്മളുടെ ബ്ലൗസ്. എന്നിട്ട് സ്ട്രെയിറ്റ് ആണ് ഞാൻ താഴോട്ടേക്ക് വരച്ചു കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് വരച്ചിട്ട് ഡാർട്ട് ഇട്ട് കൊടുക്കാനുള്ള തുണി നമുക്ക് അവിടെ കിട്ടും. ചെരിച്ച് വരക്കണ്ട, സ്ട്രെയിറ്റ് വരച്ച് നമുക്ക് 1.5 ഇഞ്ച് ഡാർട്ട് ഇട്ട് കൊടുക്കാനുള്ള തുണി നമുക്ക് അവിടെ കിട്ടും കേട്ടോ. ഇങ്ങനെ വരച്ചു കൊടുത്തേ. ഇനി നിങ്ങൾക്ക് 2 ഇഞ്ച് കുറച്ചും കൂടെ കൂടുതൽ ഡാർട്ട് ഇട്ട് കൊടുക്കണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് വരച്ച വര കുറച്ചും കൂടെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ചെരിച്ചിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി തുണി കിട്ടും. ഇനി നമ്മൾ ഇവിടെ വരച്ച ഒരു ലൈൻ ഫുള്ളായിട്ട് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഹുക്കിൻ്റെ പോർഷനിലെ തയ്യൽ തുമ്പിൻ്റെയും ഈ ഒരു ഭാഗം കറക്റ്റ് വരച്ചു കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഫ്രണ്ടിൽ 1.5 വെച്ചിട്ട് ഡാർട്ട് ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം നമുക്ക് ഈ ഒരു അളവ് എത്തുമോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നമുക്ക് എത്തും കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ ഒരു കേവ് ഷേപ്പിലൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം നമുക്ക് കുറച്ചും കൂടെ തുണി കിട്ടും. അതുകൊണ്ടാണ് ഇത്ര പോരെ തുണി മതിയെന്ന് ഞാൻ പറഞ്ഞത്. ഇനി 2 ഇഞ്ചിലൊക്കെ ഡാർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും 4 ഇഞ്ചൊക്കെ കൂട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിച്ചിട്ട് ഈ ഭാഗത്ത് കുറച്ചും കൂടി എടുക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ.
നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇത്രയും വരെ ആയി കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ബാക്ക് പാർട്ട് അണ്ടർ ബ്രസ്റ്റ് വരെ മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ കൊടുത്ത് എന്നിട്ട് ഇതുപോലെ ബാക്കിയെല്ലാം ട്രേസ് ചെയ്തെടുത്തിട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് താഴോട്ട് കൊടുത്ത് ഡാർട്ടിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നെക്ക് ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത് അത്രയേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഡാർട്ട് മാർക്ക് ചെയ്യലൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. നല്ല വൃത്തിയിൽ ഇത് കട്ട് ചെയ്തിട്ട് നമുക്കത് പഠിക്കാം. ആദ്യം നമുക്ക് 1.5 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചായിട്ടാണ് പോകേണ്ടത് അല്ലേ? എന്നിട്ടാകുമ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഇടയ്ക്ക് നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകേണ്ടതാണ്. അതും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിതാ ഈ ഒരു ഡാർക്ക് കളർ വെച്ചിട്ടാണ് കേട്ടോ ഇനി മാർക്ക് ചെയ്യുക. നമ്മൾ ഫ്രണ്ട് ആമോൾ നമുക്ക് കുറച്ചും കൂടെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1/4 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ നമുക്ക് കുഴിച്ച് കൊടുക്കാം. ഓരോ ആളുടെ ബോഡി അനുസരിച്ചിട്ട് ഈ ഒരു പോർഷനിൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ ആ മിഡ് പോയിൻറ്റിൻ്റെ ഭാഗത്ത് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു നല്ല മെലിഞ്ഞ ആ ഒരു ഭാഗമൊക്കെ നല്ല മെലിഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല തടിയുള്ളവരൊക്കെ ആകുമ്പോൾ നിങ്ങൾ 1/4 ഇഞ്ച് കൂടുതൽ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ പോർഷനിൽ മാത്രം ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാൻ പോയെന്ന്. കൈ കൊണ്ട് വരച്ചു കൊടുത്താലും മതി കേട്ടോ. കൂടുതലൊന്നും മേലോട്ട് കയറ്റി വരച്ചു കൊടുക്കണ്ട. ഈ ഒരു ഭാഗമാണ് നമുക്ക് താഴ്ത്തി വരച്ചു കൊടുക്കേണ്ടത്. കണ്ടല്ല ഞാൻ വരച്ചു കൊടുത്തത്. ഇനി ഞാൻ കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കും. നിങ്ങളിപ്പോൾ ഇവിടെ എത്രയാണോ നിങ്ങൾ കുഴിച്ചു വരച്ചു കൊടുക്കുന്നത് കട്ട് ചെയ്ത് കളയുന്നത് അത് ഓർമ്മിച്ച് വെക്കുക. അത്ര തന്നെയാണ് നമുക്ക് ഫ്രണ്ടിൽ സ്ലീവിൻ്റെ പാർട്ടിലും നമുക്ക് കളയേണ്ടത് കേട്ടോ. അത് നിങ്ങൾ ഓർമ്മിക്കണം. ഇവിടെ നിങ്ങൾ 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്ലീവിൻ്റെ അകത്ത് നിങ്ങൾ 1/4 ഇഞ്ച് കട്ട് ചെയ്ത് കളയുന്നെന്ന് വിചാരിക്കും. അന്നേരം നമുക്ക് സ്ലീവും ഈ ഒരു പാർട്ടും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ വരും, എന്തായാലും വരും കേട്ടോ. ഞാനിപ്പോൾ 1/4 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേ 1/4 ഇഞ്ച് തന്നെ ഞാൻ സ്ലീവിൽ ഫ്രണ്ടിൽ കുഴിച്ച് കൊടുക്കുമ്പോൾ 1/4 ഇഞ്ച് തന്നെ എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഡാർട്ടും കാര്യങ്ങളും മാർക്ക് ചെയ്യാൻ തുടങ്ങാം. ഈ തുണി ഇങ്ങനെ ജസ്റ്റ് നീങ്ങി പോകുന്നത് കൊണ്ട് ഞാൻ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഡാർട്ട് മാർക്ക് ചെയ്യുന്നത്. തുണി നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുക. കോട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കുത്തി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബ്രസ്റ്റുകൾ തമ്മിലുള്ള ആ ഒരു അകലമില്ലേ, BP to BP എന്ന് പറയുന്ന പോയിന്റ്, ഈ ഒരു വിഡ്ത്ത് നമുക്ക് വേണം. കറക്റ്റ് നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുക. അതിന് നേരെയാണ് നമ്മൾ ബെസ്റ്റ് പോയിൻ്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കിവിടെ ഇപ്പം ടോട്ടൽ 8 വരുന്നുണ്ട് കേട്ടോ. 8ൻ്റെ പകുതി 4 നമ്മൾ എടുക്കുക തുണീൻ്റെ അകത്തേക്ക്. ഇതിപ്പം തുണി 2ആയി മടക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പകുതി നമ്മൾ എടുത്ത് മാർക്ക് ചെയ്തിട്ട് വേണം ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു അകലം കറക്റ്റ് നമുക്ക് കിട്ടിയിട്ട് അതിന് നേരെയാണ് ബെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ തെറ്റൂലേ നമ്മളുടെ ആ ഒരു അകലം. ബ്രസ്റ്റ് വിഡ്ത്തിൻ്റെ പകുതി നമ്മൾ ഈ ഒരു ലൈൻ കണ്ട തയ്യൽ തുമ്പിന് വരച്ച് ഈടെ വെച്ചിട്ടാണ് നാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ കൂടിയാണ് നമ്മൾ ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. ആ ഒരു ലൈൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ അകലം കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഈ പോയിന്റ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ആ ഒരു അകലം മനസ്സിലാക്കി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ? ഇനി ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് വരെ മാർക്ക് ചെയ്യുന്നത്. കറക്റ്റ് അകലത്തിൽ നമ്മൾ മാർക്ക് ചെയ്യണം. കണ്ടോ? ഈ പോയിന്റിന് നേരെ വെച്ചിട്ട് നമ്മളെ ഷോൾഡർ മുതൽ ഇതാണ് നമ്മളുടെ ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. കണ്ടല്ലോ നിങ്ങൾ? അത് എത്രയാണ്? 9.5 ഇഞ്ച് വരുന്നുണ്ട്. ആ 9.5 ഇഞ്ച് കറക്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഈ ഒരു സംഗതി മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോവല്ല കേട്ടോ. ഈ ഒരു കപ്പിൻ്റെ പോർഷനൊക്കെ ഭംഗിയിൽ വരണ്ടെങ്കിൽ ഇതൊക്കെ കറക്റ്റ് എടുക്കണം. നമ്മളുടെ അണ്ടർ ബെസ്റ്റ് എടുക്കുന്നതും ബെസ്റ്റ് പോയിൻ്റ് എടുക്കുന്നതും നല്ല വൃത്തിക്ക് ആക്കിയാൽ തന്നെ ബ്ലൗസ് ശരിയായി കേട്ടല്ലോ. നമുക്ക് അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റില്ലേ, നമ്മളെ ബെസ്റ്റ് പോയിന്റിന് താഴോട്ടേക്ക് 1/2 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ? ബെസ്റ്റ് പോയിന്റിന് താഴോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് കൊടുത്ത് ഇതാണ് നമ്മുടെ താഴത്തെ ഫസ്റ്റ് ഡാർട്ട് കേട്ടോ. ഇതാണ് നമ്മൾ 1.5 ഇഞ്ച് വെച്ചിട്ട് ഡാർട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 1.5 ഇഞ്ച് വെച്ച് എടുക്കാം. 1.25 വേണമെങ്കിൽ എടുക്കാം, 1 ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം. അതൊക്കെ ബെസ്റ്റ് സൈസിനനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഡാർട്ട് വരച്ചു കൊടുക്കാൻ പോവുകയെന്ന് കേട്ടോ. നമ്മളിവിടെ 1.5 വെച്ച് ഡാർട്ട് പിടിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്കിവിടെ കുറഞ്ഞു പോവില്ല. ഇവിടെ നിന്നൊരു കേവ് ഷേപ്പിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ തയ്യൽ തുമ്പായിട്ട് കിട്ടും കേട്ടോ. കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും.
ഇനി സ്കെയിൽ വെച്ചിട്ട് ഈ പോയിന്റ്സ് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഡാർട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ വരും കേട്ടോ കപ്പ് പോർഷൻ. ഈ താഴത്തെ ഈ ഡാർട്ട് 1.5 പകരം നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താം കേട്ടോ. ഈ ഒരു മെത്തേഡ് നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്തിട്ട് ചെയ്യുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ഡാർട്ട് വരുന്നത് നമ്മളുടെ ബെസ്റ്റ് പോയിന്റ് കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ഡാർട്ടാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ആ പോയിന്റിൽ നിന്ന് നമുക്ക് 1.5 ഇഞ്ച് വെച്ചിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കാം. ആ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് 1.5 ഇഞ്ച് വിട്ടിട്ട് ഞാനിതാ ഒരു മാർക്കിംഗ് കൊടുത്തേ, കണ്ടല്ലോ. എന്നിട്ടാകുമ്പം ആ 1.5 ഇഞ്ചിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. മനസ്സിലായല്ലോ ഇത്? നിങ്ങൾ ഓർമ്മിക്കുക, നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് 1.5 ഇഞ്ച് എടുത്തിട്ടാണ് ഈ രണ്ടാമത്തെ ഡാർട്ട് മാർക്ക് ചെയ്തത് കേട്ടല്ലോ, 1.5 ഇഞ്ച് വ്യത്യാസത്തിൽ. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് മേലോട്ടേക്ക് 1/2 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കറക്റ്റ് 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമുക്കിവിടെ 1/4 ഇഞ്ച് വെച്ചിട്ടുള്ള ഡാർട്ടാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ കൊടുക്കുക. കണ്ട ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ മിഡ് പോയിന്റിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് നടുക്കത്തെ കൂടി ഒരു വര വരച്ചു കൊടുക്കുക. നമ്മളെ രണ്ടാമത്തെ ഡാർട്ടും ആയി. 1/4 ഇഞ്ച് വെച്ചിട്ടുള്ള ഡാർട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ 1/4 ഇഞ്ച് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി, 1/2 ഇഞ്ചൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മുടെ മൂന്നാമത്തെ ഡാർട്ട് ഈ ഒരു പോർഷനിൽ ആം ഹോളിൻ്റെ ഭാഗത്തൊരു ഡാർട്ട് വരലില്ലേ, അതാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈനിന് നേരെ വെച്ചിട്ട് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, 1.25 കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു ഡാർട്ടിന് നേരെയാണ് 1.25 മാർക്ക് ചെയ്തത്. നമ്മൾ ഈ ഒരു ലൈൻ കണ്ട ഡാർട്ടിൻ്റെ ഈ ലൈനിന് നേരെ വെച്ചിട്ട് നമ്മൾ 1.25 ചെയ്ത പോയിന്റ് കണ്ട നിങ്ങൾ ഇവിടുന്ന് ഒരു ലൈൻ അങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഡാർട്ടിൻ്റെ ലൈനിന് നേരെ വെച്ചിട്ടല്ലേ മാർക്ക് ചെയ്തേ. ഇനിയിപ്പം നമ്മൾ ഈ താഴത്തെ ഡാർട്ട് നമ്മൾ 1 ഇഞ്ച് വെച്ചിട്ടാണ് എടുത്തെങ്കിൽ നമ്മൾ ഈ ഒരു ഡാർട്ടിന് നേരെ വെച്ച് കൊടുക്കുമ്പം കുറച്ചും കൂടെ മുകളിലേക്ക് കയറിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു ഭാഗത്തെ ഡാർട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗത്ത് മിഡിലിൽ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഐഡിയ പോലെ ചെയ്യുക. അവിടെ ഒരു മിഡ് പോയിന്റ് വരുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് 1/4 ഇഞ്ച് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും മാർക്ക് ചെയ്തിട്ട് ഞാനിതാ വരച്ചു കൊടുക്കാൻ പോവേന്ന്. ഈ ആംബോളിൻ്റെ ഭാഗത്ത് ഡാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലോണം നോക്കിയും കണ്ടൊക്കെ ചെയ്യണം കേട്ടോ. അവിടെ കറക്റ്റ് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. സ്റ്റിച്ച് ചെയ്യുമ്പം തെറ്റി പോകാൻ പാടില്ല. അവിടെ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പിടുത്തം പോലെ വരും. അളവ് ചിലപ്പോൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നല്ല തടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ 1/4 ഇഞ്ചിലൊക്കെ അധികം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പിടുത്തം വരും. ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക് ബ്ലൗസ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടല്ലോ. നമ്മളെ 3 ഡാർട്ടും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ബെൽറ്റ് വെക്കേണ്ട നമ്മളെ ഷേപ്പ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തെ എത്രയാണോ നിങ്ങൾ മെഷർ ചെയ്യുക. ഇവിടുന്ന് ഇത്ര വരെ എത്രയാണ് വരുന്നത് നോക്കുക. എനിക്ക് 4 ഇഞ്ച് വരുന്നുണ്ട് കണ്ട. ഇതിൻ്റെ മിഡ് പോയിന്റിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 2 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത്. നല്ലോണം ശ്രദ്ധിക്കണേ നിങ്ങൾ. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് താഴോട്ടേക്ക് 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെച്ച് ചെയ്യുക കേട്ടോ. മിഡ് പോയിന്റിൽ മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ആ മാർക്കിങ് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ലൈൻ കൊടുക്കുകയെന്ന് സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടല്ലോ. എന്നാൽ പയ്യെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേവ് പോലെ വന്നോളും. ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടുന്ന് 1.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 2 ഇഞ്ചൊക്കെ എടുക്കാം. നല്ല ഷേപ്പിൽ അവിടെ നിൽക്കും കേട്ടല്ലോ. 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടും ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടല്ലോ. ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് ഇപ്പുറത്തതും കട്ട് ചെയ്ത് കളയാം. നമ്മളെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബെൽറ്റും കാര്യങ്ങളൊക്കെയാണ് കട്ട് ചെയ്യാനുള്ളത്. അതിന് മുന്നേ ഞാനിതാ ഈ ഒരു മിഡ് പോയിന്റിലൊക്കെ ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അപ്പുറത്തെ പാർട്ട് ഫ്രണ്ടിലെ രണ്ടാമത്തെ പാർട്ടിലേക്കും നമുക്ക് ഈ ഒരു ഡാർട്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനാണെങ്കിൽ ഇപ്പോൾ പെൻസിൽ കൊണ്ടല്ലേ വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചോക്കാണെങ്കിൽ എനിക്കിപ്പോൾ അത് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ പെൻസിൽ എടുത്തുകൊണ്ട് എനിക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ട നിങ്ങൾ നമ്മളെ ഫ്രണ്ടിലെ 2 പാർട്ടും കണ്ടില്ലേ നിങ്ങൾ. ഇനി ഇപ്പുറത്തേലേക്കും എനിക്ക് ഈ ഡാർട്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ചോക്ക് വെച്ചിട്ടാണെങ്കിൽ ഇത് നിങ്ങൾ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ചോക്കിൻ്റെ ആ ഒരു മാർക്കിങ്സ് അപ്പുറത്തേൻ്റെ അകത്തേക്ക് വീകും കേട്ടല്ലോ. എനിക്കിപ്പോൾ പെൻസിൽ വെച്ചിട്ടായതുകൊണ്ട് എനിക്കിപ്പോൾ ആദ്യം പുതിയ വരക്കേണ്ട പണിയാണ്.
ഞാനിതാ 2 പാർട്ടിലും ഡാർട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഒരേപോലെ തന്നെ ആയിരിക്കണം കേട്ടോ. രണ്ടും ഇങ്ങനെ വെച്ച് നോക്കുക. നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ ഒരേപോലെ അല്ലേ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടാകുമ്പോഴാണ് നമ്മൾ അത് വെച്ചിട്ട് ബെൽറ്റ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടല്ലോ. ഇത്ര വരെ ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതാ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇതാ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്ക്, ഇതുപോലെ 3 ഡാർട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാ ഇപ്പുറത്തെ ഭാഗം കണ്ടോ? നിങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്തത് വെച്ചിട്ട് നിങ്ങൾ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടല്ലോ. ഇപ്പം നമ്മൾ കപ്പ് പോർഷൻ നിങ്ങൾ കണ്ടില്ലേ, എന്ത് ഭംഗിയിലാണ് വന്നേ നോക്കിയാട്ടെ. നമ്മൾ ഈ ഒരു രീതിയിൽ ഡാർട്ട് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് വന്നില്ലേ, നല്ല കറക്റ്റായിട്ട് നമുക്ക് നിൽക്കും. ഇത് രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കുക. ഈ ഡാർട്ടിൻ്റെ ഈ ഒരു പോയിൻറ്റ്സ് തമ്മിൽ ഇതേപോലെ മുട്ടി നിൽക്കണം. രണ്ടും 2 രീതിയിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തെറ്റും. ഇതെപ്പോഴും ചെക്ക് ചെയ്യണം കേട്ടോ, ബാക്കി കാര്യം ചെയ്യുന്നതിന് മുന്നേ. ഇപ്പം എന്ത് നല്ല കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ. ഈ നെക്കിൻ്റെ ഭാഗമൊക്കെ സെയിം തായാലും ഒരേപോലെയാണെന്നുള്ളത്. ഇനി നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം കേട്ടല്ലോ. ബെൽറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് പാർട്ട് ആദ്യം എടുത്തിട്ട് വരിക. ഇതിൻ്റെ ഈ പിന്നൊക്കെ ചെയ്ത് മടക്കി കുത്തി വെച്ചതൊക്കെ നിങ്ങൾ അയച്ച് മാറ്റുക. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ടാകുമ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഈ ബാക്ക് പാർട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഷോൾഡറിൻ്റെ അവിടെയും ആം ഹോളിൻ്റെ അവിടെയൊക്കെ കറക്റ്റ് ഒരുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നെക്കിൻ്റെ സൈഡ് നിങ്ങൾ നോക്കണ്ട, ഷോൾഡറിൻ്റെ ഇടയ്ക്കും ആം ഹോളിൻ്റെ ഇടയ്ക്കും സെയിം ഒരേപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് കുത്തി വെച്ചോ നിങ്ങൾ. ഈ താഴെ ഭാഗമൊക്കെ കറക്റ്റ് ലെവലിൽ അങ്ങനെ വെക്കുക. അത് നിങ്ങൾ പിടിച്ച് വലിച്ച് വെക്കണ്ട കേട്ടോ. ക്രോസ് കട്ട് ആയതുകൊണ്ട് നമ്മൾ പിടിക്കുന്നതിനകത്ത് താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു കറക്റ്റ് ലെവലിൽ ഇതേമാതിരി തന്നെ വെക്കുക. ഞാനിതാ ഒരു വൈറ്റ് തുണി എടുത്തിട്ടുണ്ട്. നമുക്ക് ബെൽറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഭാഗത്ത് തന്നെ 3 ഇങ്ങനത്തത് വേണം. ഇത് നടുക്ക് വരുന്ന രീതിയിൽ, ഈ വൈറ്റ് തുണി നടുക്ക് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. തുണി കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏകദേശം കളറ് മേച്ചാവുന്ന തുണി നോക്കിയിട്ട് എടുത്തിട്ടാണ് ഉള്ളിൽ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് തുണി 1 മീറ്ററിനുള്ളിൽ ചിലപ്പോൾ എത്തിയിട്ടില്ലെങ്കിലോ. എന്നിട്ടാകുമ്പോൾ ഈ വൈറ്റ് തുണി ഒരു ഫ്രണ്ട് പാർട്ട് പൊന്തിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്ത് കണ്ടല്ലോ. ഉള്ളിൽ കുറച്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ വേണം നിങ്ങളിങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഈ വൈറ്റ് തുണിക്ക് പകരം ഒരു പേപ്പർ വെച്ച് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടാകുമ്പം പിന്നെ നമുക്ക് തുണീൻ്റെ അകത്ത് കട്ട് ചെയ്താലും മതി കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഒരു കുറച്ച് ഉള്ളിൽ തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുകയെന്നേ. നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് വരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ല നീറ്റാക്കിയിട്ട് ചെയ്യണേ. എന്നിട്ട് ഞാനിതാ ഈ ഒരു കേവ് ഷേപ്പ് നമ്മളുടെ ഈ തുണീൻ്റെ അകത്തേക്ക് ഇങ്ങനെ ട്രേസ് ചെയ്യുന്നത്, വരച്ചെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസം, കേവ് ഷേപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തതിൻ്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെറുങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഈ ബെൽറ്റിൽ വരക്കുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ലെവലാക്കിയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കണ്ട, ഞാനിതാ ഇവിടെ ആദ്യം വരച്ചെടുത്തിട്ടുണ്ടേ. ഇവിടെ നിങ്ങൾ കണ്ട, ഞാനതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് കണ്ട. നിങ്ങൾ ഇതുപോലെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തിയാലൊന്നും പ്രശ്നമില്ല കേട്ടല്ലോ. എന്നിട്ടാകുമ്പോൾ നമുക്കിതാ ഇവിടുന്നും ഇങ്ങനെ കറക്റ്റ് താഴോട്ടേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തും സ്ട്രെയിറ്റ് ഇങ്ങനെ വരച്ചു കൊടുത്ത് കണ്ടല്ലോ. എന്നിട്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നീളം കറക്റ്റ് വരുന്ന രീതിയിൽ ഞാൻ ഈ തുണി ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. അത്ര പോലെ നീളമേ നമുക്ക് വേണ്ടു കേട്ടല്ലോ. ബാക്ക് പാർട്ടിൻ്റെ അതേ നീളത്തിൽ നമ്മൾ ഈ ഒരു പീസ് തുണി ഞാനിങ്ങനെ മടക്കി കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു ബെൽറ്റിൻ്റെ പാർട്ടിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് മുകളിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. താഴെ തയ്യൽ തുമ്പ് വേണ്ട, മേലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കേവ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് വേണമെങ്കിൽ 1/4 ഇഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. നമ്മളുടെ ആ ഒരു ബ്ലൗസിന് അഥവാ ലെങ്ത്ത് എന്തെങ്കിലും കാരണവശാൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഈ ഒരു പാർട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ഒരു ഭാഗത്തേക്ക് തന്നെ 3 എണ്ണം വേണം. ഇനി ഇതേ കളർ തുണീൻ്റെ അകത്തുനിന്ന് ഞാൻ 2 എണ്ണം കട്ട് ചെയ്തെടുക്കും. നമുക്ക് 6 എണ്ണം വേണം ടോട്ടൽ, 2 ഭാഗത്തേക്കും കൂടിയിട്ട്. ഞാൻ അതൊക്കെ ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ.
ഇനി ഞാൻ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കറക്റ്റ് ഷോൾഡർ മുതൽ അണ്ടർ ബ്രസ്റ്റ് വരെ എത്രയാണോ വരുന്നത് ആ ഒരു കറക്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് നമുക്ക് 13 കറക്റ്റ് മാർക്ക് ചെയ്ത്. എക്സ്ട്രാ തയ്യൽ തുമ്പൊന്നും അന്നേരം നമ്മൾ ഇതിൻ്റെ പരം ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇപ്പം നോക്കിയാട്ടെ, എനിക്ക് 13.5 കിട്ടിയിട്ടുണ്ട്. 13 മാർക്ക് ചെയ്തിട്ട് ഇപ്പം 13.5 നമുക്ക് ഇവിടുത്തെ ആ ഒരു തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടി. ഡാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഇവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ 13 ഇഞ്ച് കറക്റ്റ് അന്നേരം മാർക്ക് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം 13.25 ആക്കിയിട്ട് എടുത്തോ. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ അളന്ന് നോക്കിയിട്ട് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ബെൽറ്റ് കട്ട് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഈ ഭാഗത്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഭാഗം കൊണ്ടുപോയി നമ്മൾ വിചാരിക്കും അപ്പുറത്താന്ന് വിചാരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ വെക്കും. അന്നേരം ഒന്നും ലെവലല്ലാണ്ട് അങ്ങനെ ആയിപ്പോവും നമ്മളെ ബെൽറ്റൊക്കെ. ഇപ്പോൾ കണ്ടല്ലോ. എന്നിട്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു 3 എണ്ണം നമുക്ക് ഒരു ഭാഗത്തേക്ക് വേണം, 6 എണ്ണം നമുക്ക് വേണം ടോട്ടൽ. ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ട് വരാം. ഇതേ കളറ് നല്ല തുണി 2 എണ്ണം കട്ട് ചെയ്ത് നടുക്ക് പിന്നെ നമ്മളുടെ വൈറ്റ് തുണി വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. നമ്മളെ ഈ ഒരു സൈഡ് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി എല്ലാത്തിൻ്റെയും അവിടെ നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ. നമ്മൾ ബെൽറ്റ് കട്ട് ചെയ്യുന്ന പഠിക്കാം കേട്ടോ. ആദ്യം ഞാൻ ഈ വൈറ്റ് തുണി എടുത്ത് വെച്ച് എന്നിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ സെയിം കളർ തുണി 2 എണ്ണം എടുത്ത് വെച്ചത്. ആ നോച്ച് മാർക്ക് ഇട്ടതൊക്കെ കറക്റ്റ് നോക്കണേ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളുടെ തായിൽ നമുക്ക് ആദ്യം ഒരു സ്റ്റിച്ച് 1/4 ഇഞ്ച് വീതിയിൽ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടോ, ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെയിം കളറ് ത്രെഡ് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കളറ് മാറ്റിയെടുത്തത്. എന്നിട്ടാകുമ്പം ഈ ഒന്നാമത്തെ ലെയർ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗം ആ ലെയറിൻ്റെ ഭാഗത്തേക്ക് തന്നെ ഇതാ ഇങ്ങനെ വരുന്ന രീതിയിൽ കണ്ട ഞാൻ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ ആ ഒന്നാമത്തെ ലെയറിൽ ഒരു എഡ്ജിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, ഈ ഒരു രീതിയിൽ അടുപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനിതാ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മളുടെ ആ സ്റ്റിച്ചൊന്നും ഫ്രണ്ട് പാർട്ട് കാണാനേ ഇല്ല, അതെല്ലാം അടിയിലെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ട് വന്നിട്ട് കണ്ടോ. എന്നിട്ടാകുമ്പം ഇതാ ഇതിലേ കൂടെ തട്ടത്തേക്കൂടെ ഒരു സ്റ്റിച്ചിങ് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാൻ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു ബെൽറ്റ് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. ആ ഒരു നെക്കിൻ്റെ ഭാഗം വരുന്ന ആ സൈഡിലേത് നിങ്ങൾ കറക്റ്റ് വെക്കുക. ഇപ്പുറത്തെ സൈഡിൽ ചെറിയ വ്യത്യാസം വന്നാലും കുഴപ്പമൊന്നുമില്ല. തയ്യൽ തുമ്പിൻ്റെ സൈഡിൽ ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്കത് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് പോകുമ്പോൾ അതങ്ങനെ പ്രശ്നമില്ല. നമ്മുടെ നെക്കിൻ്റെ സൈഡിലാണ് നമ്മൾ കറക്റ്റ് രീതിയിൽ വെച്ച് കൊടുക്കേണ്ടത്. ആ ഷേപ്പ് കറക്റ്റ് നമുക്കവിടെ കാണുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് ഇട്ടിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനിയിപ്പം അഥവാ ലെങ്ത്ത് കുറവ് വല്ലതും വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് 1/4 ഇഞ്ച് ആക്കി കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമുക്കതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇതാ കറക്റ്റ് 14.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അടുക്ക് തയ്യൽ തുമ്പും പോകുമ്പം എനിക്ക് എൻ്റെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് കറക്റ്റ് 14 എനിക്ക് കിട്ടും. കറക്റ്റ് ലെങ്ത്തിൽ എനിക്ക് കിട്ടി. ഓക്കെ, ഇതിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് നിങ്ങൾ അളവെടുക്കല്ലേ, കറക്റ്റ് വെച്ചിട്ട് അളവെടുത്താൽ മതി. വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിക്കുന്നതിന് അത് താഴോട്ടേക്ക് വരികയേ ചെയ്യുമല്ലോ. ഞാൻ ഇത് 2 പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ വെച്ച് നോക്കുക. ഇതൊക്കെ കറക്റ്റായിട്ട് വരണം. ഈ ഡാർട്ടിൻ്റെ പോയിൻറ്റും ബെൽറ്റിൻ്റെ പോയിൻറ്റും ഒക്കെ കറക്റ്റ് ഒരേ ലെവലിൽ വരണം. ഒന്ന് മേലോട്ട് ഒന്ന് താഴോട്ട് എന്നുള്ള രീതിയിൽ വരരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ വന്നിട്ടാകുമ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കിവിടെ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ഷോൾഡർ ലൂസായി പോകുന്ന പ്രശ്നം നമുക്ക് വരും. ഇതിങ്ങനെ നിങ്ങളിങ്ങനെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിതാ ഈ മുകളിലത്തെ ഭാഗം കണ്ടോ, ചെരിവ് വന്നിട്ട് ഇങ്ങനെ മേലെ മേലെ കയറി നിൽക്കുന്ന രീതിയിലാണ് ഉള്ളത്. ഇതിപ്പോൾ അങ്ങോട്ടേക്ക് ചെരിവല്ലേ, നിങ്ങൾ നോക്കിക്കേ. ഇതാ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് ഡാർട്ട് വന്നപ്പോൾ കുറച്ച് ചെരിവ് വന്ന് അത്രയും നമുക്ക് ഷോൾഡർ ലൂസാവും. അത് നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടില്ലെങ്കിൽ അതാണ് പലർക്കും നെക്കും ഷോൾഡറും കറക്റ്റായിട്ട് എടുത്തിട്ടും ഷോൾഡർ ലൂസായി പോകുന്ന പ്രശ്നം വരുന്നത്. ഇത്ര പോരെ നമുക്ക് 2 ഭാഗത്തേക്കും കൂടെ അധികം വന്നു കഴിഞ്ഞാൽ എന്തായാലും ലൂസാവൂലേ. ഇതിങ്ങനെ കറക്റ്റ് വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എത്ര പോരാ അവിടെ അധികം വന്നിട്ടുള്ളതെന്ന്. കണ്ട നിങ്ങൾ ഇത്ര പോരെ അധികം നമുക്ക് വന്നിട്ടുണ്ട്. അത് 2 ഭാഗത്തും അധികം വന്നത് കറക്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്ര പോരെ നമുക്ക് വന്നിട്ടുണ്ട്, അത് ലെവലാക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ.
ഇതിങ്ങനെ വരച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവില്ലേ എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. ഇത് വരച്ച് കട്ട് ചെയ്യാണ്ടിരുന്നാലാണ് നിങ്ങളെ ബ്ലൗസ് ലൂസായി തെറ്റിക്കൊള്ളാൻ വേണ്ടി പോകുന്നത്. കണ്ടല്ലോ, ഞാൻ ഇങ്ങനെ 2 സൈഡിലും വരച്ചിട്ട് അതങ്ങ് കട്ട് ചെയ്ത് കളയേന്ന്. ഇപ്പോൾ ഒന്ന് നോക്കിക്കേ, നിങ്ങൾ നല്ല ലെവലായില്ലേ? നേരത്തെ പോലെ ആയിപ്പോൾ ഉള്ളത് ഇതാ ഇത്ര പോലെ നമുക്ക് അവിടെ നിന്ന് പോയി. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ഭാഗത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാനിതാ 2 സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഹുക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ഇഞ്ച് വീതിയിലെടുത്ത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ഇഞ്ച് വീതിയിൽ എടുത്ത്, നിങ്ങൾക്ക് കുറച്ച് വീതി കൂടുതലുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയിട്ട് എടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ മടക്കിയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു പീസിൻ്റെ വീതി ഞാൻ എടുത്തത്, ഹുക്കിൻ്റെ ഹോള് വെക്കേണ്ട ഭാഗത്തേക്ക് എടുത്തത് 2.5 ഇഞ്ച് വീതിയിലാണ് എടുത്തത്. ഇനി ഈ 2 പീസിൻ്റെയും നീളം എടുത്തത് നമ്മളുടെ ഈ ഒരു അളവിനേക്കാളും 1/2 ഇഞ്ച് കൂടുതൽ വരുന്ന രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പം നീളം കൂടുതലുണ്ട്, ഞാനിത് ലെവലായി കട്ട് ചെയ്യാം. ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചു തരാം. ഈ ഒരു പീസ് ഞാനിതാ 2ആയി ഇങ്ങനെ മടക്കിയിട്ട് നെക്കിൻ്റെ ഇവിടുന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 2ആയി ഇങ്ങനെ മടക്കിയിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ എത്തുമ്പോൾ നിങ്ങൾ ഒരു 1/2 ഇഞ്ച് ബാക്കിയുള്ളത് അങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. നിങ്ങൾ കണ്ടേ, ഞാൻ താഴോട്ടേക്ക് ഇങ്ങനെ ഈ ഒരു പീസ് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്ത് എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത്. ഈ താഴെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഒരു രീതിയിൽ. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ഈ രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു പീസിൽ സ്റ്റിച്ച് വരുന്നുണ്ടോ, നമ്മൾ ബാക്ക് വശത്തല്ലേ അതുള്ളത്, സ്റ്റിച്ച് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത പീസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നോക്കാം. ഒരു ഭാഗത്തും ഇങ്ങനെ ഈ ഒരു തുണി താഴേക്ക് മടക്കി വെച്ചിട്ട് നിങ്ങൾ തുടങ്ങുക. താഴെ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് ഇത്ര പോരെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് 1/4 ഇഞ്ച് വീതിയിൽ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു അറ്റത്തും കൂടെ നിങ്ങൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ നമുക്കിതാ ഈ ഒരു താഴെ ഭാഗമൊക്കെ കണ്ടോ, നിങ്ങൾ നല്ല ലെവലായിട്ട് വന്നിട്ട് കണ്ടോ. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു അറ്റത്തേക്കൂടെ വരണം, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. താഴെ ഭാഗത്ത് സ്റ്റിച്ച് കൊള്ളുകയും വേണം കേട്ടോ. ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേ. കണ്ടോ, ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് ഹുക്കിൻ്റെ ആ ഹോള് വെക്കുന്നത് അവിടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. കണ്ടല്ലോ, ഒരു 1/4 ഇഞ്ച് വരുന്ന രീതിയിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്ത്. നമ്മുടെ ബാക്കിലെ ഡാർട്ടും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് 1/2 ഇഞ്ച് വീതിയിലാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്കിന് ക്രോസ് പീസ് കട്ട് ചെയ്യാനുണ്ട്. നമ്മൾ നെക്കിന് ക്രോസ് പീസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. 1/4 ഇഞ്ച് എടുത്തിട്ടാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ നെക്കിൻ്റെയും ആം ഹോളിൻ്റെയോ ആ പോർഷനിൽ വന്ന ആ ബാക്കി തുണി കൊണ്ടാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് വേണം തുണി ഇല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ നെക്കിന് വേണ്ട ആവശ്യമുള്ള പീസ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം വേണ്ടത് നോക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി എന്തെങ്ങനെ ജോയിൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാനിതാ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഈ ഒരു പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നുണ്ട്.
കണ്ടോ നിങ്ങൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണം. ഈ ഒരു തയ്യൽ തുമ്പ് നിങ്ങൾ കട്ട് ചെയ്ത് കുറച്ച് കളയുക. ഇത്രയും കൂടുതൽ തയ്യൽ തുമ്പ് നമുക്ക് വേണ്ട. ഇവിടെ ഇതുപോലെ എല്ലാം ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഇതൊക്കെ ജോയിൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ തയ്യൽ തുമ്പെല്ലാം ഒന്ന് ലെവലായി കട്ട് ചെയ്തിട്ട് അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡ് ഈ ഒരു വീതിയിൽ മടക്കി അടിക്കാം നമുക്ക്. ഇനി നിങ്ങൾ ഈ ഒരു പീസ് 1.5 ഇഞ്ചിലാണ് കട്ട് ചെയ്യുന്നത് എങ്കിൽ നേരെ ഇതുപോലെ ഇങ്ങനെ രണ്ടായി മടക്കി കൊടുത്തിട്ട് നമുക്ക് നെക്കിന് വെച്ച് കൊടുക്കാൻ പറ്റും. 1.25 എടുത്തിട്ടാണ് ഞാൻ അധികവും ചെയ്യാറുള്ളത് കേട്ടോ. ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോയേനെ. നമ്മൾ ക്രോസ് പീസ് മടക്കി അടിച്ച് നമുക്ക് നെക്കിനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ഈ ഒരു ഫ്രണ്ട് പാർട്ട് മുതൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. നെക്കിൻ്റെ ഈ ഒരു സൈഡിൽ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ. ബ്ലൗസിൻ്റെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പം 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്കായതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. വളവൊന്നും വരാത്ത രീതിയിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടുമല്ലോ. ഇത്ര വരെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു തയ്യൽ തുമ്പിന് ചെറിയൊരു കട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇത് ഉള്ളിലേക്ക് നമ്മൾ മടക്കി ഹെം ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു പിടുത്തം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കൊടുക്കാണ്ടും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. ക്രോസ് പീസ് ലോങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെ പിടുത്തം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു എഡ്ജിൽ കൂടെ നമ്മൾ ക്രോസ് പീസിൻ്റെ എഡ്ജിൽ കൂടെ പ്രസ്സിങ് സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ബ്ലൗസിൻ്റെ പാർട്ടിലേക്ക് സ്റ്റിച്ച് കയറാൻ പാടില്ല. നമുക്കിങ്ങനെ പ്രസ്സിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ മടക്കി ഹെം ചെയ്ത് മടക്കി തുന്നി കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മളുടെ ബ്ലൗസിൻ്റെ പാർട്ടിലേക്ക് സ്റ്റിച്ച് കയറി കഴിഞ്ഞാൽ ഒരു ഭംഗിയും ഉണ്ടാവില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറന്നു പോലെ. നമ്മളുടെ നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് ഇത് മടക്കി ഹെം ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നല്ല നീറ്റായിട്ട് കിട്ടും നമുക്ക്. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലൗസ് കറക്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുക. എല്ലാം ചെയ്തതൊക്കെ കറക്റ്റാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ 1/2 ഇഞ്ച് നമുക്ക് മടക്കി ഹെം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു പീസ് കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനൊരു സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു നീളം എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ വീതി 1.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പീസ് ബാക്ക് പാർട്ടിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ആം ഹോളിൻ്റെ ഇവിടെയൊക്കെ കറക്റ്റ് വെച്ചിട്ട് 1/2 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ടോ നോക്കണം. എനിക്കിവിടെ 1/2 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. രണ്ട് സൈഡിലും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഞാൻ ഈ പീസിൻ്റെ താഴെ ഭാഗത്ത് 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു പീസ് 1/2 ഇഞ്ച് വീതിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഹെം ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടോ, ഞാനിത് ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത 3ാമത്തെ പാർട്ടായിട്ട് സ്ലീവിൻ്റെ കാര്യങ്ങളും ഈ ഒരു ബ്ലൗസ് ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതുവരെ നിങ്ങൾ പഠിച്ചതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും നമ്മളെ ക്ലാസ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയതുകൊണ്ടാണ് സ്ലീവിൻ്റെയും പിന്നെ സൈഡ് ജോയിൻ ചെയ്യുന്നതും ഞാൻ അടുത്ത പാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റൂല. വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്ലൗസ് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.